അസ്വസ്ഥത ഉളവാക്കുന്ന സംഘർഷങ്ങളുടെ വേളയിലും തായ്വാനെ ആക്രമിക്കുന്നതിന് വ്യക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചൈന തങ്ങളുടെ സൈന്യത്തെ അതിവേഗം നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. യുക്രൈൻ സംഘർഷത്തിന്റെ ഫലം ചൈനയെ ധൈര്യപ്പെടുത്തുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുമ്പോൾ അപകട സാധ്യതകൾ വളരെ വലുതാണ്. തായ്വാനെ ആക്രമിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ചൈനയുടെ പുതിയ ലാൻഡിംഗ് ബാർജുകളുടെ സമീപകാല ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഈ കൂറ്റൻ കപ്പലുകൾക്ക് വെള്ളത്തിന് മുകളിലൂടെ പൊങ്ങിക്കിടക്കാൻ കഴിയുമെന്നതാണ് പ്രത്യേകത. മാത്രമല്ല, തീരത്തേക്ക് നീളുന്ന നീണ്ട റാമ്പുകളാൽ ഇവ ബന്ധിപ്പിച്ചിരിക്കുന്നു. പീപ്പിൾസ് ലിബറേഷൻ ആർമിക്ക് ടാങ്കുകളെയും സൈനികരെയും നേരിട്ട് ദ്വീപിന്റെ റോഡുകളിലേക്ക് ഇറക്കാൻ ഇതിലൂടെ എളുപ്പമാകും. സൈനികാഭ്യാസങ്ങൾ നടക്കുന്നതിനാൽ തായ്വാൻ അതീവ ജാഗ്രതയിലാണ്. ചൈനീസ് ആക്രമണത്തിന് മുന്നിൽ പിന്മാറില്ല എന്ന് ദ്വീപ് സർക്കാർ കർശനമായി വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ചൈനയുടെ തന്ത്രം സൈനിക ശക്തിക്ക് അപ്പുറമാണ്. തായ്വാന്റെ ജനാധിപത്യ ഘടനയിൽ നുഴഞ്ഞുകയറിയും ഉള്ളിൽ നിന്ന് ഭിന്നതയും അനൈക്യവും വിതച്ചും ബീജിംഗ് ഒരു മാനസിക യുദ്ധം കൂടിയാണ് നടത്തുന്നത്. യുക്രൈൻ സംഘർഷം ചൈനയുടെ അടുത്ത നീക്കത്തിനുള്ള ഒരു രൂപരേഖയായി വർത്തിക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം ശ്വാസമടക്കിപ്പിടിച്ച് ഉറ്റുനോക്കുകയാണ്. തായ്വാനിൽ ചൈനീസ് നീക്കങ്ങൾ നടത്തുമ്പോൾ ലോകം വെറുതെ ഇരിക്കുമോ എന്ന് കണ്ടറിയണം. ചൈനയുടെ പുതിയ ലാൻഡിംഗ് ബാർജുകൾ തായ്വാന്റെ സുരക്ഷയ്ക്ക് കാര്യമായ ഭീഷണി ഉയർത്തുന്നു. ഞങ്ങൾ തയ്യാറാണെന്ന വ്യക്തമായ സന്ദേശത്തോടെയാണ് തായ്വാന്റെ സൈനികാഭ്യാസങ്ങൾ നടക്കുന്നത്. തായ്വാനെതിരായ ചൈനയുടെ മാനസിക യുദ്ധം ശക്തമാവുകയാണ്. ബീജിംഗ് ദ്വീപിന്റെ ജനാധിപത്യ ഘടനയിലേക്കും നുഴഞ്ഞുകയറുന്നു. യുക്രൈൻ സംഘർഷം ചൈനയുടെ അടുത്ത നീക്കത്തിനുള്ള രൂപരേഖയായി വർത്തിക്കുന്നതിനാൽ അന്താരാഷ്ട്ര സമൂഹം അതീവ ജാഗ്രതയിലാണ്. ചൈനയുടെ സൈനിക നവീകരണം ഒരു ഗെയിം ചേഞ്ചറാണ്. പുതിയ ലാൻഡിംഗ് ബാർജറുകൾ തായ്വാന്റെ സുരക്ഷയ്ക്ക് പ്രധാന ഭീഷണിയുമാണ്. അന്താരാഷ്ട്ര സമൂഹം അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. തായ്വാനെതിരായ ചൈനയുടെ സൈക്കോ യുദ്ധം സമർത്ഥമായ ഒരു തന്ത്രമാണ്. ദ്വീപിന്റെ ജനാധിപത്യ ഘടനയിലേക്ക് നുഴഞ്ഞുകയറുന്നതിലൂടെ ബീജിംഗ് ഉള്ളിൽ നിന്ന് ഭിന്നതയും അനൈക്യവും വിതയ്ക്കുകയാണ്. അടുത്തതിനി എന്തായിരിക്കുമെന്ന് സമ്മർദ്ദങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ലോകം ശ്വാസമടക്കി കാത്തിരിക്കുകയാണ്. തായ്വാനിൽ ചൈന ചില നീക്കങ്ങൾ നടത്തുമോ, അതോ ഇതെല്ലാം അന്താരാഷ്ട്ര സമൂഹം വെറുതെ നോക്കി നിൽക്കുമോ? ഒരു കാര്യം ഉറപ്പിച്ചു പറയാനാകും, അപകട സാധ്യത വളരെ വലുതാണ്.